താരീഫ് നിർവചനമൊക്കെ ഞങ്ങൾ പഠിപ്പിച്ചു തരാം. അതിന് ഞങ്ങൾക്ക് മർക്കസും ഹിയാസുന്നൊക്കെ ഉണ്ട്. പക്ഷെ അവിടെ ചേർക്കാൻ യോഗ്യത ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം. സുന്നീന്ന് പോയാൽ ഇൽമാവുന്ന നൂറ് കെട്ടുപോകും. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നു, പ്രശ്നം പരിഹരിക്കണം, പരിഹരിച്ചു തരാം. നിങ്ങൾ അതിന്റെ ഉത്തരം, നിങ്ങളെ വിശദീകരണം ഒന്നും ഞങ്ങൾക്ക് വേണ്ട. ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ പ്രശ്നം പരിഹരിക്കും. ഒരേ ഒരു ചോദ്യമാണ് ഞങ്ങൾ ആദ്യം ചോദിച്ചത്. അത് നിങ്ങൾ ഏതായാലും ദഈഫാക്കി. അൽഹംദുലില്ലാ, ഇവിടെ ഞങ്ങൾക്ക് ആ ഉദ്ദേശിച്ച ഫലം കണ്ടു. അതുകൊണ്ട് അടുത്ത് ഞങ്ങൾ ചോദിച്ചു, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്നത് ദഈഫല്ലല്ലോ. ഇമാം മുസ്ലിം തന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നത് ദഈഫല്ലല്ലോ. ആ ഹദീസിൽ എന്താ പറഞ്ഞത്? അസ്അലുക, നബിയെ നിങ്ങളോട് ചോദിക്കുന്നു, മുറാഫഖതക ഫിൽ ജന്ന, സ്വർഗ്ഗത്തിലെ ഉന്നത പദവി വേണം. സ്വർഗ്ഗമൊന്നും കിട്ടിയാ പോരാ, സ്വർഗ്ഗത്തിൽ അങ്ങയോടൊപ്പം ഉന്നത പദവി വേണം എന്ന് ചോദിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്റെ ചോദ്യം, ഒരു മുസ്ലിം അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, അസ്അലിക മുറാഫഖതക ഫിൽ ജന്ന, ഇത് ശിർക്കാണോ ശിർക്കല്ലേ? അതൊന്ന് പറഞ്ഞു കൊടുക്കണം നിങ്ങൾ. അത് പറയാൻ പറ്റുമോ പറ്റില്ലേ? എന്താ തൊടാനൊരു പേടി? തൊട്ടാൽ അന്ന് നിങ്ങളെ വഹാബി പ്രസ്ഥാനത്തിന്റെ അവസാനത്തെ ദിനമായിരിക്കും കേട്ടോ. കഴിയില്ല. അപ്പൊ നിങ്ങൾ പറഞ്ഞതൊക്കെ നബിനോട് വന്നിട്ട് സ്വർഗത്തിലെ ഉന്നത പദവി ചോദിക്കാം. തോട്ടുമുഖത്തുകാരെ അഭിനന്ദിക്കാം, നിങ്ങൾക്ക് എന്തായാലും അഭിമാനിക്കാം. കേരളത്തിൽ ഇതുവരെ ചർച്ച ചെയ്ത പ്രശ്നം അതാണ്. നബിനോട് സ്വർഗത്തിലെ ഉന്നത പദവി ചോദിക്കാൻ പറ്റോ ഇല്ലേ? ഇതാ മുസ്ലിമിന്റെ ഹദീസ്, ഞങ്ങൾ ഉദ്ധരിച്ചത് സനദുമാണോ? വായിച്ചു തരാം. ഇത് മുസ്ലിമാണ് എന്റെ കയ്യിൽ. ഇതിൽ പറയുന്ന സ്വർഗത്തിലെ ഉന്നത പദവിയാണ്. ഓ സഹോദരന്മാരെ, ഇത് ചോദിക്കാൻ പറ്റുമോ പറ്റുകയില്ലേ? ഇതാണ് നിങ്ങൾ പറയേണ്ടത്. അതുകൊണ്ട് ചോദ്യം ആവർത്തിക്കുന്നു. ഈ ഹദീസിന് പിന്നെ ആയത്ത്, ഹദീസ് ഒക്കെ ഞങ്ങൾ പഠിപ്പിച്ചു തരും. ജാഫർ സഖാഫി പറഞ്ഞതും പഠിപ്പിച്ചു തരാം, റഷീദ് സഖാഫി പറഞ്ഞതും പഠിപ്പിച്ചു തരാം. ആലിഫ് ബാവ് മുതൽക്ക് നോക്ക് നിങ്ങൾ പഠിപ്പിച്ചാലേ നിങ്ങൾ ശരിയാവുള്ളൂ. അതുകൊണ്ട് ഇതിന്റെ ഉത്തരം പറയാം.